കോൺട്രാക്ട് മാരേജ്. പല കാര്യങ്ങൾ പറഞ്ഞ് ദത്തൻ വിഷ്ണുവിനെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും പാർവതിയെ വിവാഹം കഴിച്ചേ തീരൂ എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു വിഷ്ണു. അതിൽ നിന്നും യാതൊരു കാരണവശാലും താൻ മാറില്ലെന്ന് വിഷ്ണു ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് പാർവതിയും ദത്തനും ഒരക്ഷരം പോലും ഉരിയാടിയില്ല. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം വിഷ്ണുവിൻ്റെ കാറ് തറവാട്ട് വീട്ടിലേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് പാർവതി അവൻ്റെ തോളി പിടിച്ച് കുലുക്കി. വിഷ്ണുവേട്ടാ, ഈ വീട്ടിലേക്ക് ഞാൻ കയറില്ല, എനിക്ക് പോണം. അവനതിന് മറുപടിയൊന്നും പറയാതെ വണ്ടി മുന്നോട്ട് ഓടിച്ചു പോയി. കുറച്ചെങ്കിലും കരുണ എന്നോടുണ്ടെങ്കിൽ വിഷ്ണുവേട്ടൻ ഈ വണ്ടി ഒന്ന് നിർത്തിക്ക് പ്ലീസ് വിഷ്ണുവേട്ടാ, ഞാൻ കാല് പിടിക്കാം. അവൾ പിന്നെയും കരഞ്ഞു നിലവിളിച്ചു. എന്നാൽ അപ്പോഴേക്കും അവൻ്റെ കാറ് ഗേറ്റ് കടന്നകത്തേക്ക് കയറിയിരുന്നു. എല്ലാവരും ഇത്രമാത്രം ക്രൂരത എന്നോട് കാണിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് എൻ്റെ ഗുരുവായൂരപ്പ ചെയ്ത്? നിനക്കെന്നെ ഒന്ന് വിളിച്ചുകൂടെ? ആരോരും ഇല്ലാത്ത, ആർക്കും വേണ്ടാത്ത ഒരുവളായി ജീവിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. വിങ്ങി പൊട്ടിക്കൊണ്ട് പാർവതി പറഞ്ഞപ്പോഴേക്കും വിഷ്ണു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് പിന്നിലെ ഡോർ തുറന്ന് അവളെ പിടിച്ചിറക്കിയിരുന്നു. കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് തറവാട്ടിലുള്ളവരൊക്കെ ഉമ്മറത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട്. പാർവതിയെ തന്നോട് ചേർത്ത് നിർത്തി വിഷ്ണു കയറി വരുന്നത് കണ്ട് എല്ലാ മുഖങ്ങളും ചൊടിഞ്ഞു. പാർവതിക്കാണെങ്കിൽ അടിമുടി വിറയ്ക്കുകയായിരുന്നു. അവൾക്ക് മറ്റുള്ളവരെ നോക്കാൻ പോലും വല്ലാത്ത ഭയമായി. അവിടെ നിന്നോണം. പെട്ടെന്നൊരു ഗർജനം കേട്ടതും പാർവതി മുഖമുയർത്തി. അവളെ ചുട്ടരിക്കാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്ന ശങ്കരിയപ്പച്ചിയാണ് പാർവതി കാണുന്നത്. വിഷ്ണുവിൻ്റെ അമ്മയാണ് ശങ്കരി. ഈ അസത്തിനെ ഇങ്ങോട്ട് കയറ്റാൻ നോക്കിയാലേ നീ വിവരം അറിയും കേട്ടോടാ. ശങ്കരി മകൻ്റെ നേരെ ആക്രോശിച്ചു. വിളക്ക് കൊടുത്തി ഇവിടെ സ്വീകരിച്ചുകൊണ്ട് പോകാനല്ല ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. ചില കാര്യങ്ങൾ പറയാനാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. വിഷ്ണു അമ്മയേക്കാൾ ഉച്ചത്തിൽ ശബ്ദമുയർത്തി പറഞ്ഞു. നീ ഒരക്ഷരം പോലും ഇവിടെ സംസാരിക്കരുത് വിഷ്ണു. നിന്റെ മനസ്സിൽ ഇവളോട് ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അതിനു പകരം രണ്ടും കൂടെ എവിടെയോ പോയി കെട്ടിമറിഞ്ഞ് കിടന്ന് സുഖം പിടിച്ച ശേഷം മടങ്ങി വന്നാൽ ഇങ്ങോട്ടേക്ക് കയറ്റി അശുദ്ധമാക്കാനും എൻ്റെ തറവാട്ട് വീട് ഗുരുതി കൊടുക്കുവാനും ഞാൻ സമ്മതിക്കില്ല. ശങ്കരി അലറി. അപ്പച്ചി കരുതും പോലെ ഒന്നുമില്ലെന്ന് പാർവതി പതിയെ പിറുപിറുത്തതും ശങ്കരി പാഞ്ഞു വന്നിട്ട് അവളെ തലങ്ങും വിലങ്ങും അടിക്കുമായിരുന്നു. വിഷ്ണു പോലും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ശങ്കരി അത് ചെയ്തത്. ശങ്കരിയുടെ അടികൊണ്ട് പാർവതി നിലത്തേക്ക് വീണുപോയിരുന്നു. ദത്തൻ അവളെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അടി കൊണ്ടിട്ടാണോ വീണിട്ടാണോ എന്നറിയില്ല, പാർവതിയുടെ മൂക്കിൽ കൂടെ ബ്ലഡ് വന്നിരുന്നു. അപ്പച്ചി എന്ത് തോന്നിവാസമായി കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ദത്തൻ അവരുടെ നേർക്ക് ശബ്ദമുയർത്തി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഈ കോലെ കയറി എൻ്റെ മരുമകളെ ഇങ്ങോട്ട് കയറ്റണോ? ഇത്രയും നാളും ഈ തറവാട്ടിലെ ഉപ്പും ചോറും തിന്ന് ജീവിച്ചിട്ട് ഒടുവിലിവൾ എൻ്റെ മകനെ തന്നെ നേടിയെടുത്തല്ലോ. എനിക്കിത് തന്നെ വരണം. എല്ലാവരും എന്നോട് പറഞ്ഞതാണ് നോക്കിയും കണ്ട് നിന്നോണമെന്ന്. ഞാൻ അത് കേൾക്കാത്തതിൻ്റെയാണ് ഇന്ന് അനുഭവിക്കുന്നത്. എനിക്ക് ഒരു മകളുള്ളതാണ്, ഇവളുടെ പ്രായത്തിലുള്ളവൾ. ഇവളുടെ സ്ഥാനത്ത് എൻ്റെ മകളായിരുന്നെങ്കിലോ? ശങ്കരിയുടെ വാക്കുകൾ ഇടറി. ഞാൻ എൻ്റെ ഏട്ടനെപ്പോലെ അതുപ്പതിക്കില്ലമ്മേ. പിന്നിൽ നിന്ന് വിഷ്ണുവിൻ്റെ പെങ്ങൾ വിളിച്ചു പറഞ്ഞു. മേലെടുത്ത് അമ്പലത്തിൽ വെച്ച് നാളെ ഞങ്ങളുടെ വിവാഹമാണ്. വരാനും സഹകരിക്കാനും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിലാവാം. വിഷ്ണു പറയുന്ന കേട്ട് എല്ലാവരും വീണ്ടും ഞെട്ടിവിറച്ചു. പെട്ടെന്ന് കൃഷ്ണമാമ പുറത്തേക്ക് ഇറങ്ങി വന്നു. മോനെ, നീ ആലോചിച്ച് സംസാരിക്ക്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ മോനെ. നമ്മുടെ തറവാടിന് ഒരു നിലയും വിലയും ഉള്ളതല്ലേ. ഈ തറവാട്ടിലെ തന്നെയല്ലേ ഇവളും? പിന്നെന്താ, ഇവളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മ പ്രസവിച്ചതല്ലെങ്കിലും നിങ്ങളുടെ അച്ഛൻ്റെ മകൻ തന്നെയാണ്. അടിച്ചു തളിക്കാരിയെ പ്രേമിച്ചു വശത്താക്കി ഗർഭം ഉണ്ടാക്കി പിന്നെ അയാൾ ഉപേക്ഷിച്ചില്ല. അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് കൂടെ കൂട്ടി. ഈ കുടുംബത്തിലെ തന്നെയാണ് ഇവളും. പിന്നെ എന്താണ് ഇങ്ങനൊരു സംസാരം? വിഷ്ണു, നീ അകത്തേക്ക് കയറി വാ മോനെ. ഇതൊക്കെ നിന്റെ പ്രായത്തിൻ്റെ എടുത്തുചാട്ടമാണ്. ഇവളെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ശങ്കരി വന്നിട്ട് പാർവതിയുടെ കയ്യിൽ ബലമായി കയറി പിടിച്ചു. എന്നിട്ട് അവളെയും വലിച്ചുകൊണ്ട് വീടിൻ്റെ തെക്കുവശത്തേക്ക് പോയി. ശങ്കരി പാർവതിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോയപ്പോൾ അവൾ ദയനീയമായി തിരിഞ്ഞു നോക്കിയത് ദത്തനെയായിരുന്നു.
എടി, എൻ്റെ മകനെ തട്ടിയെടുക്കാൻ നോക്കിയതാണ് അവൾ എന്ന് ചോദിച്ചുകൊണ്ടവർ പാർവതിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. എന്നിട്ടൊന്ന് ഞെരിച്ചു വിട്ടു. വേദന കൊണ്ട് ആ പാവം പെൺകുട്ടി ഉറക്കം നിലവിളിച്ചു. യാതൊരു കാരണവശാലും വിഷ്ണുവിനെ വിവാഹം കഴിക്കാൻ നീ സമ്മതിച്ചേക്കരുത്. ഈ വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജീവിച്ചിരിക്കില്ലെന്ന് ഓർമ്മ വേണം. മര്യാദയ്ക്ക് അവനോട് നീ പറഞ്ഞോണം, നിനക്കൊരിക്കലും അവനെ ഭർത്താവായി കാണാൻ സമ്മതമല്ലെന്ന്. കേട്ടോടി? ഞാൻ പറഞ്ഞോളാം. എൻ്റെ കയ്യിൽ നിന്ന് ദേവി ഇതൊന്ന് വിട്. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി അപേക്ഷിച്ചു. അമ്മയെന്നല്ല, പക്ഷെ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും നാളെ എന്നൊരു ദിവസം എനിക്ക് ശ്വാസമുണ്ടെങ്കിൽ ഇവളുടെ കഴുത്തിൽ ഞാൻ താലി ചാർത്തിയിരിക്കും. പിന്നിൽ നിന്നും വിഷ്ണുവിൻ്റെ ഉച്ചത്തിലുള്ള ഗർജനം കേട്ട് ശങ്കരി തിരിഞ്ഞു നോക്കി. മോനെ വിഷ്ണു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എടാ, ഈ കുടുംബത്തിൻ്റെ നിലയും വിലയൊക്കെ നോക്കേണ്ടതാ. നീ ഇങ്ങനെ തുടങ്ങരുത്. എല്ലാവർക്കും നാണക്കേടാവും. നല്ലൊരു കുടുംബത്തിൽ നിന്ന് നിന്റെ അനുജത്തിക്ക് ഒരു ജീവിതം കിട്ടില്ല. അമ്മ നിന്റെ കാല് പിടിക്കാം. നീ ഇവളെ വിവാഹം കഴിക്കരുത്. മറ്റെന്ത് വേണമെങ്കിലും അമ്മ പറഞ്ഞു, ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇക്കാര്യത്തിൽ വിഷ്ണുവിനൊരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ വാശിയാണ്. പറഞ്ഞുകൊണ്ടവൻ പാർവതിയുടെ കയ്യിൽ പിടിച്ചതും അവൾ അലറിക്കരഞ്ഞതും ഒരുമിച്ചായിരുന്നു. ദേവി, ഇത് എന്നെ ഉപദ്രവിക്കരുത്. സത്യമായിട്ടും എനിക്ക് വിഷ്ണുവേട്ടനെ ഭർത്താവായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നെ ഇങ്ങനൊന്നും വിഷമിപ്പിക്കരുത്. ഞാൻ വിഷ്ണുവേട്ടൻ്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടവൾ അവൻ്റെ കാലിലേക്ക് വീഴാൻ തുടങ്ങിയതും വിഷ്ണു അത് തടഞ്ഞുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. കുടുംബത്തിലെ എല്ലാവരുടെയും മുന്നിലൂടെ അവൻ പാർവതിയുടെ കയ്യും പിടിച്ച് അവൻ്റെ ബുള്ളറ്റ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് പോയി. ബുള്ളറ്റിൻ്റെ ചാവി വെച്ചിരിക്കുന്ന സ്ഥലം അവനറിയാം. കൈ എത്തിപ്പിടിച്ച് ചാവി എടുത്തിട്ട് വിഷ്ണു ചെന്നിട്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. കയറ്, അവൻ പറഞ്ഞെങ്കിലും പാർവതി കയറിയില്ല. ടീ, നിന്നോടാ പറഞ്ഞേ വണ്ടി കയറാൻ. ഞാൻ വരില്ല. ഡി പുല്ലേ, മലയാള ഭാഷയിലാണ് നിന്നോട് ഞാൻ വണ്ടി കയറാൻ പറഞ്ഞത്. അവൻ അലറിയതും പാർവതി ദത്തനെ നോക്കി. ഏട്ടാന്ന് അവനെ കരഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് അവൾ ദത്തൻ്റെ അരികിലേക്ക് ചെന്നു. ദത്തൻ ചെന്നിട്ട് പാർവതിയുടെ ബാഗ് വണ്ടിയിൽ നിന്നെടുത്തു. ഇവിടെ നിൽക്കുന്നതിലും ഭേദം മോൾ ഇവൻ്റെ കൂടെ പോകുന്നതാണ്. ചെല്ല്, നാളെ കാണാം. നിനക്ക് വിധിച്ചത് വിഷ്ണുവിനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ വിവാഹം നടക്കും. അല്ലെങ്കിൽ മേലെടുത്തമ്മ എങ്ങനെയെങ്കിലും ഇത് തട്ടിത്തെറിപ്പിച്ചു വിടും, ഉറപ്പാ. ദത്തൻ പറഞ്ഞതും ഞെട്ടലോടെ പാർവതി അവനെ നോക്കി. എനിക്ക് പേടിയാണ്, അതുകൊണ്ടാ. അവൾ വിതുമ്പി. വന്ന് കേറടി പുല്ലേ. വിഷ്ണു അലറിയതും ദത്തനായിരുന്നു അവളെ പിടിച്ച് അവൻ്റെ പിന്നിലായി കയറ്റിയിരുത്തിയത്. പാർവതി കയറിയെന്ന് മനസ്സിലായതും വിഷ്ണു വണ്ടി മുന്നോട്ടെടുത്തു. അതും ശരവേഗത്തിൽ അവൻ പാഞ്ഞുപോയി. പതുക്കെ പോയ വിഷ്ണുവേട്ടാ, എനിക്ക് പേടിയാവുന്നു. പാർവതി അവൻ്റെ പിന്നിലിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ വിഷ്ണു മൈൻഡ് ചെയ്തില്ല. പാർവതി അവൻ്റെ തോളത്ത് അമർത്തി പിടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കിയടച്ചു. വിഷ്ണുവേട്ടാ പ്ലീസ്, പതുക്കെ, എനിക്ക് ബുള്ളറ്റിലിരിക്കാൻ പേടിയാണ്. പാർവതി ഉറക്കം നിലവിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു അതൊന്നും മൈൻഡ് ചെയ്യാനേ പോയില്ല. അല്പം കഴിഞ്ഞതും വിഷ്ണു വണ്ടി കൊണ്ടൊന്ന് നിർത്തിയ ശേഷമാണ് അവൾ കണ്ണു തുറന്നത്. പാർവതി നോക്കിയപ്പോൾ ഓടിട്ട ഒരു ചെറിയ വീട്. ഇതെന്താണ് ഇവിടെ? അവൾ വിഷ്ണുവിനെ നോക്കി. ഇറങ്ങി വാടി, അവൻ ഉച്ചത്തിൽ പറഞ്ഞതും പാർവതി അവൻ്റെ പിന്നാലെ അകത്തേക്ക് കയറി. പോക്കറ്റിൽ നിന്നും ഒരു ചാവി എടുത്തിട്ട് വിഷ്ണു മുൻവാതിൽ തുറന്നു. അകത്തേക്ക് കയറിയതും മേശമേൽ നിരന്നിരിക്കുന്ന മദ്യക്കുപ്പികളായിരുന്നു അവൾ കാണുന്നത്. 2-3 ഗ്ലാസുകളും മദ്യക്കുപ്പികളും കടലയുടെയും മിച്ചറിൻ്റെയും അവശിഷ്ടങ്ങളുമൊക്കെ അവിടെ നിരന്നു കിടപ്പുണ്ട്. ആ മുറിയിൽ തന്നെ ഒരു മേശയും 2 പ്ലാസ്റ്റിക് കസേരകളും ഒരു ബെഞ്ചുമുണ്ട്. പാർവതി അതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു. മുൻവാതിലടയുന്ന ശബ്ദം കേട്ടതും പാർവതി തിരിഞ്ഞു നോക്കി. വിഷ്ണു വാതിലടച്ച് കുറ്റിയിട്ട് പാർവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. നിനക്കെന്നെ പേടിയാണല്ലേടി? അവൻ ചോദിച്ചതും പാർവതിയുടെ മിഴികൾ താണു. നിന്റെ പേടിയൊന്ന് മാറ്റട്ടെ ഞാൻ. അവൻ അവളെ വലിച്ചടുപ്പിച്ചത് പാർവതിയുടെ നെറ്റി വിഷ്ണുവിൻ്റെ നെഞ്ചിൽ ശക്തമായി ഇടിച്ചു. സത്യമായിട്ടും എനിക്ക് പേടിയാണ്. എന്നോടൊരല്പം ദയുണ്ടെങ്കിൽ വിഷ്ണുവേട്ടൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. പാർവതി കരഞ്ഞുകൊണ്ട് വിഷ്ണുവിനോട് പറഞ്ഞു. എൻ്റെ അമ്മയോട് പറഞ്ഞത് നീ കേട്ടതല്ലേ? പിന്നെന്തിനാടി
ഇങ്ങനെ വീണ്ടും വീണ്ടും നീ ഇത് തന്നെ പറയുന്നത്? വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടൻ എന്നെ വിവാഹം കഴിച്ചാൽ തറവാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. വെറുതെ വിഷ്ണുവേട്ടൻ്റെ ഭാവി കളയരുത്. എൻ്റെ ഭാവി നീയല്ലേ കളഞ്ഞത്? നിന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞ് നീയല്ലടി കിടന്ന് ബഹളം കൂട്ടി തറവാട്ടിലെ എല്ലാവരുടെയും മുമ്പിൽ എന്നെ ഒരു മറ്റവനാക്കിയത്. എന്നിട്ടിപ്പോൾ കുമ്പസാരിക്കുന്നല്ലേടി? അന്ന് രാത്രി കറണ്ട് വന്നപ്പോൾ ഞാൻ വിഷ്ണുവേട്ടൻ്റെ ദേഹത്തായിരുന്നു കിടന്നത്. അപ്പോൾ ഞാൻ ഓർത്തത് വിഷ്ണുവേട്ടനാണ് എന്നെ കയറി പിടിച്ചതെന്നാ. അതുകൊണ്ടാണ് ഞാനൊന്ന് ബഹളം കൂട്ടിയത്. ഒന്ന് പിടിച്ചെങ്കിൽ തന്നെ നിന്റെ എവിടെയാടി ഉരുകിപ്പോയത്? അവൻ പാർവതിയുടെ കവിളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു. നീ എത്ര പുണ്യാളത്തിയൊന്നും ആവണ്ട. നിന്റെ തള്ളയുടെ സ്വഭാവം നാട്ടിലെല്ലാവർക്കും അറിയാവുന്നതാ. അതുകൊണ്ട് നീ കൂടുതൽ എന്നോട് പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. എൻ്റെ അമ്മയുടെ സ്വഭാവത്തിന് എന്തായിരുന്നു കുഴപ്പം? വിഷ്ണുവേട്ടൻ്റെ അമ്മയുടെ സഹോദരനല്ലേ എൻ്റെ അമ്മേ. വാക്കുകൾ പൂർത്തിയാക്കാതെ പാർവതി വിതുമ്പി. അപ്പോഴാണ് വെളിയിൽ നിന്നാരോ വിഷ്ണുവിനെ പേരെടുത്ത് വിളിച്ചത്. ആ, അകത്തുണ്ട്, വരുവാ പറഞ്ഞുകൊണ്ട് വിഷ്ണു വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു. വാതിൽ കുറ്റിയെടുത്തതും നരച്ചൊരു കോട്ടൺ സാരി ഉടുത്ത് 60 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീ അകത്തേക്ക് കയറി വന്നു. മോൻ എപ്പോൾ വന്നു? 2 ദിവസമായല്ലോ നിന്നെ കണ്ടിട്ട്. എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും ആയിപ്പോയി. അവനോടെ ഇന്ന് പണിയുണ്ടോ ഗീതേച്ചി? ഇന്ന് പണിയില്ല മോനെ. അനീഷും അവളും കൂടി കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ പോയി. കുഞ്ഞിനെന്തു പറ്റി? ഇന്നലെ മുതൽ തുടങ്ങിയ പനിയാ, ശരിക്കും കുറയുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ആശുപത്രി പോയതാ. ആ സ്ത്രീ വിഷ്ണുവിൻ്റെ പിന്നാലെ അകത്തേക്ക് കയറി വന്നപ്പോഴാണ് പാർവതിയെ കാണുന്നത്. ഇതാരാ മോനെ? അവർ പാർവതിയെ നോക്കി ചോദിച്ചു. എൻ്റെ അമ്മാവൻ്റെ മകളാണ്. ഗീതേച്ചിക്കും അനൂപിനും ഒക്കെ പരാതിയല്ലായിരുന്നു ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന്. ഇനി ആ പരാതി അങ്ങ് തീർത്തേക്കാം. എല്ലാം പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. നാളെ നമ്മുടെ മേലെടുത്ത് അമ്പലത്തിൽ വെച്ച് ഇവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്. വിഷ്ണു പറയുന്ന കേട്ടതും ഗീത അന്തിച്ചു നിന്നുപോയി. മോനെ, നേരാണോടാ? അതോ നീ ഗീതേച്ചിയെ പറ്റിക്കുന്നതാണോ? ഒരിക്കലും പറ്റിക്കുന്നതല്ല. നാളെ ഞങ്ങളുടെ വിവാഹമാണ്. പെട്ടെന്നുണ്ടായ തീരുമാനമായതിനാൽ ആരെയും അറിയിക്കാൻ പറ്റിയില്ല. വിവാഹത്തിനുള്ള ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല. ഇനി അതിനൊക്കെ പോകാൻ കിടക്കുവാണ്. ഗീതേച്ചി ഇവളെ നോക്കിക്കോണം. ഞാൻ ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം. എൻ്റെ മോനെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ആ ഫോണിങ്ങി തന്നേ, ഞാൻ അനൂപിനെ ഒന്ന് വിളിക്കട്ടെ. ഗീത വിഷ്ണുവിൻ്റെ നേരെ കൈ നീട്ടി. അവനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയതല്ലേ, കുഞ്ഞിന് മരുന്നൊക്കെ മേടിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് അവനോട് പറയാം. ഗീതേച്ചി, ഇവിടേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്കൊരു ലിസ്റ്റ് തയ്യാറാക്കി തരണം. ആദ്യം ഞാനൊന്ന് കവലയ്ക്ക് പോയിട്ട് വരാം. അവനിറങ്ങി വേഗത്തിൽ പുറത്തേക്ക് പോയി. തുടരും. ഞാൻ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തു തരാം കേട്ടോ. ഇത് നിങ്ങൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സ്റ്റോറിയാണ്. കുറേയേറെ ട്വിസ്റ്റുകൾ വരുന്നുണ്ട്.